ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്നിട്ടുള്ള HSA മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യബിലിറ്റി എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണിത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ HSA മാത്തമാറ്റിക്സിൻ്റെ 7th ബാച്ച് നാളെ മുതൽ, അതായത് ഡിസംബർ 20 മുതൽ ആരംഭിക്കുന്നുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. F from R to R എന്ന ഏകദം നിർവചിച്ചിട്ടുള്ളത് f of x equal to minus x square by 2 when x less than 0 and f of x equal to x square by 2 when x greater than or equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷനിൽ എന്താണ്? എഫും എഫ് ഡാഷും കേട്ടോ. ഓക്കെ, എഫും എഫ് ഡാഷും ഡിഫറൻഷ്യബിൾ എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ എഫോ എഫ് ഡാഷോ ഡിഫറൻഷ്യബിൾ അല്ല, അതായത് രണ്ടും എന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണെങ്കിൽ എഫ് ഡിഫറൻഷ്യബിളും എഫ് ഡാഷ് ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലുള്ള ഡിഫറൻഷ്യബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സി ഇഫ് ആർ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എൽ എഫ് ഡാഷ് ഓഫ് സി. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, സി എന്ന പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും അതുപോലെ സി എന്ന പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇത് അങ്ങനെ ഈക്വൽ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ ഏതാണ് നോക്കൂ. ഇതിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 2x/2 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സ് എന്നും ദെൻ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലെസ് ദാൻ 0യിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് ആണ്. അത് മൈനസ് 2x/2 ആണ്. അതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് നോക്കിയാൽ മതി? ഈ ഒരു പോയിന്റിൽ, അതായത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 വരും, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 0 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? ആ പെർട്ടിക്കുലർ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ട്രിക്കി മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് കേസിലാണ്? ഇങ്ങനെ ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 എന്നൊക്കെ വരുന്ന കേസിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നൊക്കെ വരികയാണെങ്കിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കണം? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. അതിനായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്ത് നോക്കൂ. എഫ് ഓഫ് എക്സ് കണ്ടോ? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വന്നിട്ടുണ്ട്? മൈനസ് എക്സ് വന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് എക്സ് വരും അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം. അതിന് സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് കേട്ടോ, +1 ആണ്. ഓക്കെ, ദെൻ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 0യിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? -1ഉം +1 തന്നെയാണ്, ഡിഫറൻ്റ് ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ദെർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്നും എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്